ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ തലേന്ന് നമ്മൾ മേശപ്പുറത്ത് കൃഷ്ണൻ്റെ കണിയും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് അതിൽ കിടന്നത്. അപ്പോൾ രാവിലെ 3 മണിയായപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് കണിയൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിളക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാ പഴുതിലും ഞാൻ തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. കൂടാതെ ഞാൻ ചിരാത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അതിലും തിരിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ പോയി കുളിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കണി വയ്ക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വിഷുവിനാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാവ ജനിച്ചിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. വാവയ്ക്ക് 3 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ അവളുടെ വിഷു ആഘോഷിക്കണമല്ലോ. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ കണിവെക്കലും കൂടിയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ടായിട്ടോ. പിന്നെ എല്ലാ വർഷവും കണിങ്ങി ഇങ്ങനെ കാണേണ്ട ഓരോ നേരം ഉണ്ടല്ലോ, അപ്പോൾ ഞാനത് തലേന്ന് തന്നെ ഫോണിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം 4/25 24 മുതൽ പിന്നെ 5/16 വരെയാണ് കേട്ടോ നമ്മൾ കണി കാണേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് മേശപ്പുറത്ത് ഒരുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അതുകൊണ്ട് കോലായിൽ വെച്ചു കേട്ടോ. കാരണം നമുക്ക് തലേന്ന് തന്നെ കോലായിൽ ഒരുക്കി വെക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ മതിൽ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, പട്ടിയൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ കണി വെച്ചിട്ട് അത് പട്ടിയൊക്കെ കയറി കുളം വയ്ക്കിയാൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേശപ്പുറത്ത് തന്നെ ഒരുക്കി വെച്ചിട്ട് രാവിലെ എണീറ്റ് കണി കൊണ്ട് പുറത്തൊക്കെ വെച്ചു. അതിന് ശേഷം ഞാൻ വിളക്കൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ടോ. അപ്പോൾ സമയം ഒരു 4:24 മുതൽ 5:16 ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുക, അതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. അത് ഞാൻ വിളക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ചന്ദനത്തിരിയും പിന്നെ എൻ്റെ സാമ്പ്രാണിത്തിരി ഉണ്ടല്ലോ നമ്മുടെ കട്ടായിട്ടുള്ള, അതൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചു. ദീപമൊക്കെ ഞാൻ നിരത്തിയൊക്കെ വെച്ചു കേട്ടോ. അതിന് ഞാൻ പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പോയി കുളിച്ചു റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വിഷുത്തലേന്നിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണല്ലോ നമ്മുടെ വിഷുവിൻ്റെ അന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടെ പോയപ്പോൾ 2 ഫിഷിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങൾ ഈ ചില്ലും വിട്ടിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. ഞാൻ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ വിളക്ക് കത്തിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം നമ്മുടെ നിലവിളക്കൊക്കെ കത്തിച്ചു. അതിനുശേഷം ചിരാതൊക്കെ പെട്ടെന്ന് കത്തിച്ചു കേട്ടോ. അപ്പോൾ കണി കാണാനുള്ള നേരമായി വരുന്നതേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഞാൻ അധികം ധൃതിയൊന്നും പിടിച്ചില്ല. സാവധാനം എല്ലാം കത്തിച്ചു. പിന്നെ നമ്മുടെ കർപ്പൂരമൊക്കെ കത്തിക്കാനൊക്കെ പതുക്കെയൊക്കെ എടുത്ത് വെച്ച് വന്നിട്ട് അവരെ പതുക്കെ കൊണ്ടുവന്ന് കാണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും വീട്ടിൽ കണിയൊക്കെ വെച്ചു. അപ്പോൾ എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. ഞാനും ഈ യൂട്യൂബിൽ നിന്നൊക്കെ വീഡിയോസൊക്കെ നോക്കി എന്തൊക്കെ വേണമെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞ വർഷം കണി വെച്ചത്. ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ ഈ വർഷം. അങ്ങനെ കണി വെച്ചതിന് ശേഷം മക്കളെ എല്ലാവരെയും രാമനെയും അജുവിനെയൊക്കെ ആദ്യം കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ട് നമ്മുടെ കുഞ്ഞുവാവനെയും കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ കളി. രണ്ടുപേരും കരച്ചിലായിരുന്നു പിള്ളേരെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ. എനിക്കത് മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ കുഞ്ഞുമോനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും ചെറുതായിട്ടൊക്കെ കണ്ണൊക്കെ ചിമ്മി ആൾ കണിയൊക്കെ കണ്ടു. പിന്നെ അതിന് ഞാൻ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ എല്ലാവരും കണി കണ്ടിട്ട്. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ തന്നെ പിള്ളേരെ എഴുന്നേൽപ്പിച്ച് അവരെ കുളിപ്പിച്ച് റെഡിയാക്കി അവരമ്പലത്തിൽ പോയി. എനിക്ക് 3 മാസം കഴിഞ്ഞിട്ടില്ല പ്രഗ്നൻസി, അത് ഡെലിവറി കഴിഞ്ഞിട്ട്. അതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റില്ല കേട്ടോ. പിന്നെ കുഞ്ഞുമോൾക്ക് ചോറ് കൊടുത്താലേ കുഞ്ഞുമോനെയും കൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോഴത്തെ കുഞ്ഞുമോ രാവിലെ തന്നെ ഞാൻ കുളിപ്പിച്ചിട്ട് ഇതാണ് കേട്ടോ കുഞ്ഞുമോൾക്ക് വിഷുക്കോടിയായിട്ട് വാങ്ങിച്ചത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ എടുത്ത ഡ്രസ്സാണ് കേട്ടോ. 243 രൂപ മാത്രമേ ഡ്രസ്സിനുള്ളൂ. നല്ല മെറ്റീരിയലാണ്, ചൂടെടുക്കാത്ത മെറ്റീരിയലാണ്. എന്നാൽ അടിപൊളി നല്ല വർക്കും, അതായത് ആ പൂക്കളൊക്കെ ഉണ്ട്. എനിക്ക് നല്ല വർത്തായിട്ടാണ് തോന്നിയത് 243 രൂപയ്ക്ക് കേട്ടോ. അങ്ങനെ എൻ്റെ കണി ഇതാണ് വെട്ടത്ത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ വീട്ടിൽ രാമായണം ഉണ്ടായതുകൊണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഓരോ റെഫറൻസൊക്കെ എടുത്താണ് കണിയൊക്കെ ഒരുക്കി. പിന്നെ ഇനി പോരായ്മകളുണ്ടെങ്കിൽ വരും വർഷം നമുക്കത് നികത്താം കേട്ടോ. പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പിള്ളേരൊക്കെ അമ്പലത്തിൽ വിട്ടല്ലോ. ഞാൻ പെട്ടെന്ന് തന്നെ ഫേസൊക്കെ ഒന്ന് കഴുകി മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് ഒന്ന് സെറ്റായിട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ കെച്ചേശനായ ധീമഹി ആ പാട്ടുണ്ടല്ലോ അത് വെക്കും. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡാണ് കേട്ടോ. നല്ലൊരു സമാധാനം തോന്നാറുണ്ട് മനസ്സിന്. അപ്പോൾ ഇത് ചേട്ടന്മാർ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി വന്നപ്പോൾ
അവിടെ നിന്നും പിന്നെ എൻ്റെ വേറൊരു ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നൊക്കെ കാശ് കിട്ടിയിട്ടുണ്ടായിരുന്നു, കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുവന്ന് അനിയത്തിയുടെ കയ്യിലൊക്കെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഇളയച്ചൻ്റെ വീട്. ഇളയച്ചൻ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അനിയൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയുള്ള ചിറ്റക്കും ഇളയച്ചനും അവരുടെ മോനും കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും രാമനും അജുക്കുട്ടനും കൂടി അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം പോയതാണ് കേട്ടോ. ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ തന്നെയാണ്. ചിറ്റ കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിറ്റയുടെ കണി വെക്കലും ചിറ്റ രാവിലെ അത് എടുത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ കണിയുടെ അവശേഷിപ്പുകൾ ഇത്രമാത്രം ആ മേശപ്പുറത്ത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചിറ്റക്കൊക്കെ കണി കൈനീട്ടം കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ രാവിലെ പുട്ടും കടലയും ഉണ്ടായിരുന്നു, പിന്നെ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പൂരിയും കടലക്കറിയൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മളിന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട തക്കാളി, ഇഞ്ചി, പച്ചമുളക്, സവാള കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തു. പിന്നെ ബിരിയാണിയുടെ പുറത്ത് നമ്മളിങ്ങനെ മൂപ്പിച്ചിടുമല്ലോ, കനം കറഞ്ഞ് സവാള ഇങ്ങനെ നെയ്യിൽ മൂപ്പിച്ചിടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് അരിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ നെയ്യിൽ സവാള മൂപ്പിക്കുകയാണ്. ഇപ്പുറം നമ്മുടെ ഇറച്ചിക്കറി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കിസ്മിസും മുന്തിരിയും പിന്നെ കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ നെയ്യിൽ മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദം പോലെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി സെപ്പറേറ്റ് വേവിച്ചിട്ടുണ്ടായിരുന്നു, കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് റൈസ് ഇടും, പിന്നെ ഈ സ്പൈസസ് ഇടും, കുറച്ച് മുന്തിരിയും കശുവണ്ടിയൊക്കെ ഇടും, പിന്നെ ഈ ചിക്കൻ കറി കുറച്ചിടും. അങ്ങനെ ലെയറായിട്ട് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റാണ്. പിന്നെ ഞാൻ വാവ ഒന്ന് ഓക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന സമയത്ത് വാവനെ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് വാവയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. ഭാഗ്യത്തിന് കുഞ്ഞോവ കരയാണ്ട് ഒരു നല്ല രീതിയിൽ തന്നെ കിടന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ വെറുതെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടതിന് ശേഷം ഉച്ചയായപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാനിരുന്നു. ബിരിയാണി കഴിച്ച് ഞങ്ങളെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളടുത്ത പരിപാടി എന്താ, നമ്മുടെ വീട്ടിൽ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാനുള്ള കാര്യങ്ങളും ബാഗൊക്കെ ഒരുക്കിയതിന് ശേഷം ഞാനും പിള്ളേരും റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ കോഡ് സെറ്റ് ജസ്റ്റ് 299 ഓൺലൈനിൽ നിന്നല്ല കേട്ടോ, ഓഫ്ലൈൻ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചാണ്. എറണാകുളത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകാൻ റെഡിയായി. ഓട്ടോയിൽ കയറി. വാവ ഓട്ടോയിൽ കയറിയപ്പോൾ ഭയങ്കര അങ്ങനെ നമ്മൾ പുറത്തൊന്നും അധികം യാത്ര ഒന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ടാണ് എന്തോ ഞാൻ വിചാരിച്ചു ഓട്ടോ കയറുമ്പോൾ തന്നെ ഉറങ്ങുന്നു. പക്ഷേ വാവ അങ്ങനെ ഉറങ്ങുന്നില്ല കേട്ടോ. ഓട്ടോയിൽ കയറി വീടെത്തണ വരെ അവൾ കാഴ്ച തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അമ്മ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കാരൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ അമ്മ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ റോട്ടിലൊക്കെ നിന്നു. പിന്നെ വീട്ടിൽ കയറി അതും ഇതൊക്കെ കഴിക്കൽ ഇതൊക്കെ തുടങ്ങി. വീട്ടിൽ ചെന്നാൽ സാധാരണ ഉള്ള കാര്യങ്ങളൊക്കെ പോലെ ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഞാൻ അവിടെ കണി വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കണിയില്ല, കാരണം എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ വാവയുടെ ആദ്യത്തെ വിഷു ആയതുകൊണ്ടാണ് നമ്മൾ ഹസ്ബൻഡ് വീട്ടിലായതുകൊണ്ടും ആഘോഷത്തെ. എൻ്റെ വീട്ടിൽ കണിയൊന്നും വെച്ചില്ല കേട്ടോ. എൻ്റെ അമ്മ എല്ലാ വർഷവും കണി വെക്കുന്ന ഒരാളാണ്, പക്ഷേ ഈ പ്രാവശ്യം കണിയും കാര്യങ്ങളൊന്നും വെച്ചില്ല. അങ്ങനെ പിന്നെ വാവ കരഞ്ഞപ്പോൾ വാവന് കുറച്ച് നേരം എടുത്തൊക്കെ നടന്നു. അവളുടെ ആ ഒരു വൈകുന്നേരം എപ്പോഴും നമ്മൾ എടുത്തുകൊണ്ട് നടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ എപ്പോഴും അവൾ കരയും കേട്ടോ. അങ്ങനെ പിന്നെ അതിന് നമ്മൾ തലേന്ന് കത്തിച്ചതിൻ്റെ ബാക്കി കുറച്ച് കമ്പിത്തിരിയും പിന്നെ കുറച്ച് പടക്കവും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പടക്കം ഞാൻ കത്തിച്ചില്ല കേട്ടോ, കാരണം പടക്കത്തിൻ്റെ ഒപ്പം 2 ഗുണ്ടും ഉണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ കത്തിക്കാൻ പേടി. പിന്നെ ഭാവി ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ കരയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പടക്കം കത്തിച്ചില്ല. ബാക്കി ഉണ്ടായ കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ ഞാനും പിള്ളേരും കൂടി ഇരുന്ന് കത്തിച്ചു കേട്ടോ. അവർക്കാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പേടിയൊക്കെ മാറിയതുകൊണ്ട് കത്തിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അജു ആണെങ്കിൽ കമ്പിത്തിരി വെച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മേലൊക്കെ പൊള്ളും. അങ്ങനെ പിന്നെ അവൻ്റെ ആ ഒരു പേടിയൊക്കെ മാറിയല്ലോ. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതൊക്കെ കത്തിച്ചു. അങ്ങനെ കത്തിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല കേട്ടോ. എല്ലായിടത്തെയും പോലെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ ഫുഡ് കഴിക്കുന്ന വ്ളോഗും കാര്യങ്ങളൊന്നും ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നു പറയുന്നുണ്ട്. കാരണം ഇത് ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് ഞാൻ മറന്നു. അങ്ങനെ പിന്നെ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇനി ഇത്രയും കമ്പിത്തിരിയും കൂടി കത്തിക്കാനുണ്ട്. പിന്നെ പടക്കം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് കത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേർ അവിടെ താഴെ വലിച്ചെറിഞ്ഞിട്ടിട്ടുണ്ട്. ചെറിയ വെട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരിക്കും ഇപ്രാവശ്യം ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ എങ്ങനെ ആഘോഷിച്ചു, കണിയൊക്കെ വെച്ചു, എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.